വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. പ്രിറ്റി മീസ് ആണ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു പുതിയ ടോപ്പിക്, അതായത് പുതിയത് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ദി അൾട്ടിമേറ്റ് ട്രഷർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ്. വാട്ട് ഡു യു മീൻ ബൈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്? ആന്റിബയോട്ടിക്സ് എന്താണെന്നും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്താണെന്നും അറിഞ്ഞാലേ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ആദ്യമായിട്ട് ആന്റിബയോട്ടിക്സ് ഈ ഒരു രീതിയിൽ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ആന്റിബയോട്ടിക് എന്ന് പറയുന്ന പെനിസിലിൻ ആണ്. പെനിസിലിൻ കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് കേട്ടോ. അതായത് ബാക്ടീരിയോളജിസ്റ്റ് ഫ്രം ദ ലണ്ടൻ, while he studying harmful bacteria, he noticed that mold on discarded petri dish stopped the bacteria from growing. ഒരു പെട്രി ഡിഷിൽ ബാക്ടീരിയ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു പെട്രി ഡിഷിൽ കുറച്ച് സമയത്തിന് ശേഷം ആ ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നില്ല. കാരണം അവിടെ എന്ത് സംഭവിച്ചു? പെനിസിലിയം എന്ന് പറയുന്ന ഒരു ഫംഗസിന്റെ ആക്ഷൻ വന്നതുകൊണ്ടാണ്. ആ പെനിസിലിയം ഫംഗ്ഷനിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ഫംഗസിൽ നിന്നാണ് പെനിസിലിൻ എന്ന് പറയുന്ന ആദ്യത്തെ ആന്റിബയോട്ടിക് അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഡ്യൂറിംഗ് 1928 ആണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത്. ആൻഡ് ദിസ് ചാൻസ് ഡിസ്കവറി ലെഡ് ടു discovery of penicillin, the first antibiotic used to treat bacterial infection. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കണ്ടുപിടിച്ച ആദ്യത്തെ ആന്റിബയോട്ടിക് ആണ് നമ്മൾ പെനിസിലിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കണം, ഫസ്റ്റ് ആന്റിബയോട്ടിക് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് പെനിസിലിൻ എന്നാണ്. ഇനി നമുക്ക് ആന്റിബയോട്ടിക്സ്, നമ്മളിപ്പോൾ ഡോക്ടറെ നമുക്ക് പനിയും അസുഖമൊക്കെ ആയിട്ട് കാണിക്കാൻ ചെല്ലുമ്പോൾ ഡോക്ടർ നമുക്ക് ഒരു പാരസെറ്റമോൾ തരും, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ആന്റിബയോട്ടിക് തരും. പക്ഷേ ആന്റിബയോട്ടിക് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോടെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ആൻഡ് ആ ഒരു ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് നമ്മൾക്ക് ആ രോഗം കോസ് ചെയ്ത ആ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ബാക്ടീരിയനെ നശിപ്പിക്കാൻ ആ ആന്റിബയോട്ടിക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ചില കണ്ടീഷനിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്, വിത്തൗട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അസുഖം, ഒരു സിംറ്റം വരുമ്പോഴത്തേക്കും നമ്മൾ ആന്റിബയോട്ടിക്സ് എടുക്കുക എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കാം, nowadays there are new headlines about antibiotic resistant phenomenon where bacteria were earlier killed by given by antibiotic found to survive and multiply. നമ്മുടെ ബോഡിയിലുള്ള ബാക്ടീരിയാസ് സ്ഥിരമായിട്ട് ഈ ആന്റിബയോട്ടിക് കഴിച്ച് കുറെ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയിൽ ഈ ആന്റിബയോട്ടിക്കുകളുണ്ട്. ഈ ആന്റിബയോട്ടിക് വരുമ്പോൾ അതിൻ്റെ ഇടയിലെ certain kind of bacteria എന്ത് ചെയ്യും? അവിടെ എഫക്റ്റ് ആവാതെ വരും. അതായത് നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത്, ഇതിപ്പോൾ ആന്റിബയോട്ടിക് ആണെന്ന് വിചാരിക്കുക, ഈ ആന്റിബയോട്ടിക് നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെ കില്ല് ചെയ്യും. പക്ഷേ ആ ആന്റിബയോട്ടിക്കിന് കില്ല് ചെയ്യാൻ പറ്റാത്ത റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഈ രണ്ട് ബാക്ടീരിയക്ക് വരും. സോ ദാറ്റ് മീൻസ് ആ ബാക്ടീരിയക്ക് ഈ ആന്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ്. അത് ചിലപ്പോൾ നാച്ചുറൽ സെലക്ഷൻ, നമ്മൾ പറയും ഒരു ഗ്രൂപ്പിൽ അതിനെ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി വരും. അത് ചിലപ്പോൾ മ്യൂട്ടേഷൻ കൊണ്ടോ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ വരുന്ന ചേഞ്ച് കൊണ്ടൊക്കെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് കപ്പാസിറ്റി ബാക്ടീരിയക്ക് വരുന്നത്. പിന്നെ നമ്മൾ മരുന്ന് കഴിച്ചാലൊന്നും ഈ certain സ്പെസിഫിക് ബാക്ടീരിയ എന്ത് ആവില്ല, ഡെഡ് ആവില്ല എന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ പകരുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആന്റിബയോട്ടിക്സ് എടുക്കുന്നു ആൻഡ് ദാറ്റ് ആർ നോട്ട് റിക്വയർഡ് ഡെവലപ്മെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ബാക്ടീരിയ ഇൻ ആനിമൽസ്. നമ്മൾ ആനിമൽസിന് ആന്റിബയോട്ടിക് അയച്ച് കൊടുക്കുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടുന്നു? ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയ ഈ കാറ്റൽസിന് കിട്ടുന്നു. അതുപോലെ ആ മരുന്ന് എന്ത് ചെയ്യുന്നു? മനുഷ്യൻ കഴിക്കുമ്പോൾ മനുഷ്യനിലേക്ക് ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയ എത്തുന്നു. അവിടുന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുന്ന് ആ മനുഷ്യരിലേക്ക് ഇത് പീപ്പിൾ ത്രൂ എന്ത് ചെയ്യും? ബാക്ടീരിയാസ് ട്രാൻസ്ഫർ ചെയ്യാം. ആൻഡ് അവിടുന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ പേഷ്യൻസിലേക്ക് വരാം, പേഷ്യൻറ്റിൽ നിന്നും ആ ഫാമിലിയിലേക്ക് വരാം. ഇനി നമ്മൾ ഫീഡായിട്ട് ആന്റിബയോട്ടിക്സ് ഫീഡായിട്ട് കൊടുക്കാറുണ്ട് കാറ്റിൽസിന്, അതുപോലെ ഹെന്നിനൊക്കെ. അതെന്ത് ചെയ്യും? നമ്മൾ എഗ്ഗും മിൽക്കും എടുക്കുന്നതിലൂടെ നമ്മിലേക്ക് വരും. അത് വീണ്ടും എന്ത് ചെയ്യും? പ്ലാന്റ്സിലൂടെ നമുക്ക് കിട്ടും. ഇങ്ങനെ എന്ത് ചെയ്യും? കമ്മ്യൂണിറ്റിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് കാണാം. സോ ഫ്യൂ മൈക്രോബ്സ് ഡെവലപ്പ് റെസിസ്റ്റൻസ് ടു ആന്റിബയോട്ടിക്സ്. വെൻ ആന്റിബയോട്ടിക്സ് കിൽ ബാക്ടീരിയ കോസിങ് ഇൽനെസ്, ദേ ഓൾസോ കിൽ ഗുഡ് ബാക്ടീരിയ പ്രൊട്ടക്ടിങ് ദ ബോഡി ഫ്രം ഇൻഫെക്ഷൻ. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യും? ഇതിനെതിരെ ഇൻഫെക്ഷൻസ് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ആന്റിബയോട്ടിക്സ് ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നത് ഒരു ഇൽനെസ്സിനെതിരെയാണ് അല്ലേ? വെൻ ആന്റിബയോട്ടിക്സ് കിൽ ബാക്ടീരിയ കോസിങ് ഇൽനെസ്, ദേ ഓൾസോ കിൽ ഗുഡ് ബാക്ടീരിയ. നമ്മുടെ ബോഡിയിലുള്ള നല്ല ബാക്ടീരിയനും കൂടി ഇവർ കൊല്ലുന്നുണ്ട്. ആൻഡ് ദ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയ ഗ്രോ ആൻഡ് ടേക്ക് ഓവർ. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയ അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. സോ സം ബാക്ടീരിയ ട്രാൻസ്ഫർ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ടു അതർ ബാക്ടീരിയ കോസിങ് മോർ പ്രോബ്ലം. ഇതേ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വേറെ ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടും ഇതേ കാര്യങ്ങൾ സംഭവിക്കും. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാർട്ടൂൺ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക് എടുക്കുന്നത്, കാറ്റൽസിനൊക്കെ നമ്മൾ ആന്റിബയോട്ടിക് ഉള്ള ഫുഡ് കൊടുക്കുന്നത്,
ആൻഡ് ഡു നോട്ട് ഗിവ് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. സോ അതൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണമാണ് ആവുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ആൻറ്റിബയോട്ടിക് ആൻഡ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന്. സോ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ബിഫോർ യു ഇൻടേക്ക് ദീസ് ആൻറ്റിബയോട്ടിക്സ് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.